അറക്കൽ ബീവി ഭാഗം 26. അവർ തിരിച്ചു വീട്ടിലെത്തുമ്പോൾ ഏകദേശം രാത്രിയായിരുന്നു. രാത്രിയിലേക്കുള്ള ഫുഡ് പാർസൽ വാങ്ങിയതാണ്. റാബിയയും സമതും വീട് തുറന്ന് അകത്തു കയറിയപ്പോൾ തന്നെ സനുവും അകത്തേക്ക് കയറി. സാധാരണ അമൻ വരാതെ അവൾ അകത്തു കയറാറില്ല. റാബിയയും സമതും അത് ശ്രദ്ധിച്ചില്ലെങ്കിലും അമനത് ശ്രദ്ധിച്ചു. അവൾ നേരെ റൂമിൽ പോയി കിടക്കയിൽ വീണു. അനാവശ്യ ചിന്തകൾ കാരണം തല പൊട്ടിപ്പൊളിയുന്ന വേദന എടുക്കുന്നുണ്ടായിരുന്നു. അവൾ കിടന്നതും ഉറക്കം വന്നു മൂടി. അമൻ റൂമിലെത്തുമ്പോഴേക്കും അവൾ ഉറങ്ങിയിരുന്നു. അവൻ കുറച്ചുനേരം അവളെ തന്നെ നോക്കി നിന്നുപോയി. എന്തോ അവൾക്ക് പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായെങ്കിലും എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും അവൻ മനസ്സിലായില്ല. അവിടെ നിന്ന് സഹോദരിമാരോട് നന്നായി സംസാരിച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും ഓർമ്മയിലില്ല. അവൻ കുറച്ചുനേരം ഓർത്തു അതേ നിൽപ്പ് തുടർന്നു. എല്ലാവരും ഫ്രഷായി ഫുഡ് കഴിക്കാനിരുന്നപ്പോഴും അവൾ നല്ല ഉറക്കത്തിലാണ്. അതുകൊണ്ട് അവൾക്കുള്ളത് മാറ്റിവെച്ച് അവർ കഴിച്ചു. അമൻ റൂമിലേക്ക് പോകുമ്പോൾ അവൻ ആ ഫുഡ് റൂമിലേക്കെടുത്തു. ആ ദിവസത്തെ അലച്ചിൽ കാരണം അവനും വേഗം ഉറങ്ങിപ്പോയി. രാവിലെ ആദ്യം എണീറ്റത് സനുവായിരുന്നു. അപ്പോൾ അവളുടെ തലവേദന വിട്ടകന്നിരുന്നു. അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുമ്പോഴാണ് രാത്രി അമൻ കൊണ്ടുവന്ന് വെച്ച ഫുഡ് മേശപ്പുറത്ത് കണ്ടത്. പെട്ടെന്ന് ഇന്നലത്തെ സംഭവങ്ങൾ വീണ്ടും അവളുടെ ഓർമ്മയിലേക്ക് വന്നു. വല്ലാത്തൊരു സങ്കടം വന്ന് മൂടുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ തിരിഞ്ഞ് അമനെ നോക്കിയപ്പോൾ നല്ല ഉറക്കത്തിൽ തന്നെയാണ്. നിസ്കാരം കഴിഞ്ഞ് റൂമിൽ നിന്നിറങ്ങി അവൾ വേഗം താഴേക്ക് പോയി. റാബിയ അടുക്കളയിലെത്തിയിട്ടില്ല. എല്ലാവരെയും ഫേസ് ചെയ്യാൻ എന്തോ മടി പോലെ. അവൾ വേഗം രാവിലത്തെ ഫുഡ് ഉണ്ടാക്കുന്ന ജോലിയിലേക്ക് നിന്നു. എല്ലാം കഴിഞ്ഞ ശേഷമാണ് അവൾ തിരിച്ചു മുകളിലേക്ക് പോയത്. സാധാരണ അടുക്കളയിൽ കയറുന്ന സമയമായപ്പോൾ റാബിയ എത്തി. പക്ഷേ അവൾ അത്ഭുതപ്പെട്ടു. എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. സനുവിനെ അവിടെ നോക്കിയെങ്കിലും കാണാത്തതുകൊണ്ട് അവൾ തിരിച്ചു റൂമിലേക്ക് തന്നെ ചെന്നു. അടുക്കളയിൽ നിന്ന് സനു നേരെ ഓപ്പൺ ടെറസിലേക്കാണ് പോയത്. അവിടെ രാവിലത്തെ കാഴ്ചകൾ കണ്ടു കുറച്ചു നേരം അങ്ങനെ നിന്നു. മൈൻഡ് വീണ്ടും ഡിസ്റ്റർബായപ്പോൾ അവൾ വേഗം യോഗ ചെയ്യാനിരുന്നു. അരമണിക്കൂർ ധ്യാനത്തിലിരുന്നപ്പോൾ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം തോന്നി. അമൻ സാധാരണ എഴുന്നേൽക്കുന്നതിനും വൈകിയാണ് ഇന്ന് എഴുന്നേറ്റത്. ഉണർന്നപ്പോൾ റൂമിൽ സനുവിനെ കണ്ടില്ല. പിന്നെ അവൻ ഫോണെടുത്ത് മെയിൽ ചെക്ക് ചെയ്തപ്പോൾ അർജൻറ്റ് മീറ്റിംഗ് ദുബായ് വെച്ച് അടുത്ത ദിവസം നടക്കുന്നതായി മെസ്സേജ് കിട്ടി. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് പുറപ്പെട്ടാൽ മാത്രമേ രാത്രി അവിടെ എത്തിയൊന്ന് സെറ്റാവാൻ കഴിയൂ. അവൻ വേഗം താഴേക്കിറങ്ങി. സമദ് റാബിയയുമായി സംസാരിച്ചുകൊണ്ട് ഉമ്മറത്ത് ഇരിപ്പുണ്ട്. ഉപ്പാ, നാളെ മീറ്റിംഗ് ഉണ്ടല്ലോ, അതിന് പോവണ്ടേ? എന്താ ചെയ്യുക? അത് തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ദുബായ് കാണാൻ റാബിക്കും ഒരു കൊതി. നമുക്ക് 4 പേർക്ക് കൂടി പോയാലോ എന്ന് ആലോചിക്കുകയാണ് ഞങ്ങൾ. പക്ഷേ സനുവിന് എക്സാം എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവൾ പോരാൻ ചാൻസ് ഇല്ല. അതെ, നാളെ മുതൽ അവൾക്ക് ഇൻറ്റേൺഷിപ്പ് തുടങ്ങുവാണെന്ന് തോന്നുന്നു. അവളിപ്പോൾ ഓക്കെ അല്ലേ മോനെ? ഞാൻ എണീറ്റതിൽ പിന്നെ ഓളെ കണ്ടിട്ടില്ല. ഇവിടെ ഉണ്ടാവുമെന്ന് കരുതി. ഞങ്ങളും കണ്ടില്ല. നേരത്തെ വന്നു രാവിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, റാബിയ പറഞ്ഞു. ഈ പെണ്ണിന് എന്തു പറ്റി? എല്ലാവരും ആലോചിക്കാതിരുന്നില്ല. നീ ഒന്ന് ടെറസിൽ പോയി നോക്ക്, ചിലപ്പോൾ അവിടെ കാണും. അവൻ സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ സനു ഇറങ്ങി വന്നു. അവളുടെ മുഖത്തു നിറഞ്ഞ പുഞ്ചിരിയുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അമന് സമാധാനമായി. അങ്ങനെ എല്ലാവരും ഒന്നിച്ച് ഫുഡ് കഴിച്ചു. ട്രിപ്പിന് പോകുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ സനു അവൾക്ക് എക്സാം ഉള്ളത് അറിയിച്ചതിനോടൊപ്പം റാബിയെ പോകാൻ നിർബന്ധിച്ചു. അങ്ങനെ അവരുടെ കൂടെ റാബിയ പോകാൻ തീരുമാനിച്ചു. സനു വലിയ ഉഷാറില്ലെങ്കിലും പുഞ്ചിരിച്ചെല്ലാവരോടും ഇടപെട്ടതുകൊണ്ട് പിന്നെ ആരും അവളെ ഇന്നലത്തെ കാര്യം ചോദിച്ച് ബുദ്ധിമുട്ടിച്ചില്ല. എല്ലാവരും നല്ല തിരക്കിലായി. ടിക്കറ്റ് പർച്ചേസ് ചെയ്യാനും പോകാനുള്ള ലഗേജ് തയ്യാറാക്കലും എല്ലാമായി എല്ലാവരും ഫുൾ ബിസിയായി മാറി. വൈകുന്നേരം സമതും റാബിയയും അമനും എയർപോർട്ടിലേക്ക് തിരിച്ചപ്പോൾ സനു ഹോസ്റ്റലിലേക്കും തിരിച്ചുപോയി. രാവിലെ തന്നെ ഫൗസിയെ അവൾ ചട്ടം കിട്ടിയിരുന്നു. സനുവിനും ഈ യാത്ര അത് വല്ലാത്തൊരു അനുഗ്രഹമായിട്ട് തോന്നി. അവൾ അവിടെ നിന്ന് പോകുന്നതിൽ പിന്നെ അമന് മെസ്സേജ് അയച്ചില്ല. അവൻ്റെ കോളുകളും അറ്റൻഡ് ചെയ്തില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു. 2 ദിവസം മീറ്റിങ്ങിൻ്റെ തിരക്കിനിടയിൽ അമൻ അത്ര സാരമാക്കിയില്ല. എത്ര വിളിച്ചിട്ടും ഫോൺ സ്വിച്ച് ഓഫ് പറഞ്ഞപ്പോൾ അവൻ ആകെ വിഷമിച്ചു. റാബിയയോടും സമദിനോടും ആ 2 ദിവസം അവൻ കാര്യമൊന്നും പറഞ്ഞില്ല. അവരുടെ സന്തോഷം കളയണ്ട എന്നു കരുതിയാണ്. സനുവിൻ്റെ അവസ്ഥ അതിലും പരിതാപകരമായിരുന്നു. അവൾ ഭക്ഷണം കഴിക്കാനാവാതെ ഉറങ്ങാനാവാതെ ഇരുന്ന് ഉരുകി. അമനെ മറക്കാൻ അവൾ ആഞ്ഞു ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. ഏതു നിമിഷവും ഫൗസിയുടെ നമ്പറിൽ കോൾ വരുമെന്ന് പ്രതീക്ഷിച്ചതുകൊണ്ട് അവളുടെ ഫോൺ അവൾ അറിയാതെ എടുത്ത് അവരുടെ എല്ലാവരുടെയും നമ്പർ എടുത്ത് ബ്ലോക്ക് ചെയ്തു വെച്ചു. അവർക്കിടയിലേക്ക് ഇനി പോകണ്ട എന്നവൾ ആഗ്രഹിച്ചെങ്കിലും ഒരു ജോലി പോലുമില്ലാത്ത താൻ എന്തു ചെയ്യും എന്നവൾ ഇടയ്ക്കിടെ ആലോചിച്ചു പോയി. അവളെക്കുറിച്ചോർത്തു പ്രിയപ്പെട്ടവർ ഉരുകിത്തീരുന്നതറിയാതെ അവൾ ഓരോന്ന് വെറുതെ ചിന്തിച്ചു കൂട്ടി. അവളുടെ പെരുമാറ്റം കണ്ട് ഫൗസി പല സമയത്തും ചോദിച്ചെങ്കിലും അവൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു.
ക്ലാസ്സിൽ പോവാതെ സനു ഹോസ്റ്റലിൽ ചടഞ്ഞുകൂടി കിടന്നു. ഫോൺ യൂസ് ചെയ്യാത്തത് കണ്ട് ഫൗസി വീട്ടിലെന്തെങ്കിലും പ്രശ്നം കാണുമെന്ന് കരുതി ഒന്നും ചോദിച്ചതുമില്ല. മീറ്റിംഗ് കഴിഞ്ഞ് ഫ്രീ ആയപ്പോൾ അമൻ വീണ്ടും സനുവിനെ ഫോണിൽ വിളിച്ചു. സ്വിച്ച് ഓഫ് എന്ന പല്ലവി വീണ്ടും കേട്ടപ്പോൾ അവന് സങ്കടവും ദേഷ്യവും എല്ലാം കൂടി വന്നു. ഇനി അവൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയോ? അല്ലെങ്കിൽ ഫോൺ നഷ്ടപ്പെട്ടോ? അങ്ങനെയാണെങ്കിൽ ഫൗസിയുടെ ഫോൺ വാങ്ങി ഇങ്ങോട്ട് വിളിക്കാലോ, അവൻ ആലോചിച്ചു. അവൻ വേഗം റാബിയയുടെ അടുത്തേക്ക് ചെന്ന് വിവരങ്ങൾ പറഞ്ഞു. പെണ്ണിനെന്തോ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരമുണ്ടായിരുന്നോ? ഇല്ല ഉമ്മി, അറക്കൽ പോയി വന്ന ശേഷമാണ് അവൾ ഇങ്ങനെ. ഞായറാഴ്ച രാവിലെ പിന്നെ പ്രശ്നം തോന്നിയതുമില്ല. ഫൗസിയുടെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാം, ഉപ്പയുടെ ഫോണിലുണ്ടാവും. റാബിയ വേഗം സമദിൻ്റെ ഫോണെടുത്തു ഫൗസിയുടെ നമ്പറിൽ കോൾ ചെയ്തെങ്കിലും കിട്ടിയില്ല. സനു ബ്ലോക്ക് ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. അവർ രണ്ടും വീണ്ടും ടെൻഷനായി. സമദ് വിവരങ്ങൾ അറിഞ്ഞില്ല. വീഡിയോ കോൺഫറൻസ് വഴി മീറ്റിങ്ങിലാണ്. അപ്പോഴാണ് റാബിയക്ക് ഹോസ്റ്റൽ വാർഡനെ വിളിക്കാമെന്ന് ഓർമ്മ വന്നത്. അവർ സമദിൻ്റെ ഫോണിൽ വാർഡൻ സൂസമ്മയുടെ നമ്പർ തപ്പിയെടുത്തു കോൾ ചെയ്തു. ഹലോ, സൂസമ്മ മാഡം അല്ലേ? അതെ, ആരാണ്? ഞാൻ സനൂബിയുടെ പേരൻ്റാണ്. എന്താണുമ്മ വിളിച്ചത്? അവളെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. റൂംമേറ്റ് അവളുടെ ഫോണിലും കണക്റ്റ് ആവുന്നില്ല. സനൂബിയ 2 ദിവസം കോളേജിൽ പോയിട്ടില്ല. ഫുഡ് കഴിക്കാൻ മെസ്സിലേക്കും കണ്ടില്ല. അവളുടെ കൂട്ടുകാരി റൂമിലേക്ക് കൊണ്ടുപോയി കൊടുത്തതാണ്. അല്ലോ, അവൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? ഞാൻ പോയി ചോദിച്ചിരുന്നു. അപ്പോൾ ചെറിയ തലവേദന ആണെന്ന് പറഞ്ഞു. മെഡിസിൻ കയ്യിലുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ പോയി നോക്കിയിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാൻ പറഞ്ഞിരുന്നു. ഓക്കെ മാഡം, താങ്ക്സ്. അവന് വല്ലാത്തൊരു ശ്വാസമുട്ടൽ പോലെ തോന്നി. തൻ്റെ ജീവനാണ് പെണ്ണ്. കുറച്ച് സമയം കൊണ്ട് ചങ്കിൽ തറച്ചു പോയിട്ടുണ്ട്. 2 ദിവസമായി അവളുടെ ശബ്ദമൊന്ന് കേട്ടിട്ട് അവൻ അവളെ കാണാൻ കൊതി തോന്നുന്നുണ്ടായിരുന്നു. ഇങ്ങ് ദുബായ് ആയിപ്പോയി, അല്ലെങ്കിൽ ഓടിച്ചെന്ന് നോക്കാമായിരുന്നു. അവൾക്ക് എന്താണ് പറ്റിയത് എന്നറിയാതെ അവൻ്റെ ഹൃദയം പ്രേയസിക്ക് വേണ്ടി തേങ്ങിക്കൊണ്ടിരുന്നു. അമൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് 3 ദിവസം ദുബായിൽ കഴിച്ചുകൂട്ടിയത്. സനുവിൻ്റെയും ഫൗസിയുടെയും ഫോണിലേക്ക് അവൻ ഇടയ്ക്കിടെ വിളിച്ചു നോക്കുന്നുണ്ട്. കിട്ടാതിരിക്കുമ്പോൾ ദേഷ്യത്തോടെ ഫോൺ ബെഡിലേക്ക് വലിച്ചെറിയും. സമദിനും റാബിയക്കും എന്തു ചെയ്യണമെന്നറിയാതെ അവരും ആകെ വശം കെട്ടി ഇരുന്നുപോയി. അവിടുത്തെ അർജന്റ് മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ അവർ നാട്ടിലേക്ക് പുറപ്പെടാനൊരുങ്ങി. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് അമൻ ഇപ്രാവശ്യം ദുബായിലേക്ക് പ്ലെയിൻ കയറിയത്. പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ അവൻ ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനുള്ള മൂഡല്ലല്ലോ. അതിനാൽ കിട്ടിയ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പ്ലെയിൻ കയറി. എയർപോർട്ടിൽ അവരെ പിക്ക് ചെയ്യാൻ സമദിൻ്റെ ഡ്രൈവർ എത്തിയിരുന്നു. കയറിയ ഉടനെ അവൻ അയാളോട് നേരെ വണ്ടി സനുവിൻ്റെ ഹോസ്റ്റലിലേക്ക് വിടാൻ പറഞ്ഞു. അവൻ ആകെ അസ്വസ്ഥനായിരുന്നു. കൈ പരസ്പരം കൂട്ടിത്തിരുമിയും തലക്ക് കൈ കൊടുത്തും ആ ഇമോഷൻ പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ മോളെ തന്നെ പോലെ സ്നേഹിക്കുന്ന അവനോട് സമദിന് ഒരുപാട് സ്നേഹം തോന്നി. കൂടെ അവൻ്റെ അവസ്ഥയിൽ സങ്കടവും സനുവിനോട് ദേഷ്യവും വന്നു. അവൻ 2 ദിവസം കൊണ്ട് ആകെ ക്ഷീണിച്ചു പോയിട്ടുണ്ടെന്ന് റാബിയക്ക് മനസ്സിലായി. കാറിൽ അവൻ ഇരിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സ് അവിടെ ഉണ്ടായിരുന്നില്ല. സനുവിൻ്റെ കളിച്ചിരികൾ അവൻ്റെ കാതിൽ മുഴങ്ങിക്കേട്ടു. അതിനാൽ ഇടയ്ക്കിടെ അവൻ തലകുടഞ്ഞു. ആ സമയം അങ്ങ് ഹോസ്റ്റലിൽ സനുവിന് തലവേദന കൂടി ഛർദി തുടങ്ങിയിരുന്നു. 2 വട്ടം ഛർദിച്ചപ്പോഴേക്കും അവൾ ആകെ കുഴഞ്ഞുപോയിരുന്നു. 2-3 ദിവസം അങ്ങനെ കൂടുതൽ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് അവൾ ആൾ റെഡിയല്ല, നല്ല ക്ഷീണത്തിലാണ്. കൂടെ ഛർദി വന്നപ്പോൾ അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവൾ ബാത്റൂമിൽ കുഴഞ്ഞു വീണപ്പോൾ ഫൗസി വേഗം വാർഡനെ വിളിച്ചു. അവർ 2 പേരും കൂടി അവളെ ഓട്ടോ വിളിച്ചു അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ തന്നെ അവളെ അവിടെ അഡ്മിറ്റ് ചെയ്തു. 2 ദിവസം അവൾ ക്ലാസ്സിൽ പോകാത്തതിനാൽ ഫൗസിയും പോയിരുന്നില്ല. ഹോസ്പിറ്റലിൽ ചെന്ന ഉടനെ അവളെ ട്രിപ്പിട്ട് കിടത്തി. ഹൈ BP ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ സൂസമ്മ സമദിൻ്റെ ഫോണിൽ വിളിച്ചു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത് അറിയിച്ചു. ഹോസ്റ്റലിൻ്റെ അടുത്തുള്ള മൈത്ര ഹോസ്പിറ്റലിലേക്കാണ് അവളെ കൊണ്ടുപോയത്. ആയതിനാൽ അവർ നേരെ അങ്ങോട്ടെത്താമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അതുകൂടി കേട്ടപ്പോൾ അവൻ ഒന്നുകൂടി തളർന്നു. അവൻ തല കയ്യിൽ താങ്ങിയിരിക്കുന്നത് കണ്ടപ്പോൾ റാബിയക്കും സമദിനും കൂടുതൽ സങ്കടം തോന്നി. മോനെ, നീ കൂടി ഇങ്ങനെ തളരല്ലേ. അവൾക്ക് ചെറിയൊരു അസുഖമല്ലേ, പേടിക്കണ്ടടാ. സമദ് അവനെ സമാധാനിപ്പിച്ചു. എന്തസുഖമാണെങ്കിലും അവളൊന്ന് ഫോൺ എടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു മെസ്സേജെങ്കിലും അയച്ചിരുന്നെങ്കിൽ സമാധാനമുണ്ടാകുമായിരുന്നു ഉപ്പ. ഇതെന്നെയും നിങ്ങളെയും ബ്ലോക്ക് ചെയ്ത് വെക്കേണ്ട എന്ത് തെറ്റാണ് നമ്മൾ അവളോട് ചെയ്തത്? അവൻ സങ്കടവും ദേഷ്യവും കലർന്ന സ്വരത്തിൽ ചങ്കിടറിക്കൊണ്ട് പറഞ്ഞു. അവനത് പറയുമ്പോൾ ഇടക്ക് കിതച്ചുപോയിരുന്നു. പിന്നെ മുഖം കയ്യിലേക്ക് അമർത്തി വെച്ചുകൊണ്ട് അവനിരുന്നു. ഹോസ്പിറ്റലിൽ കാർ എത്തിയപ്പോൾ തന്നെ ഡോർ തുറന്ന് അവൻ ചാടിയിറങ്ങി. കാഷ്വാലിറ്റിയിലേക്ക് നടക്കുകയായിരുന്നില്ല, ഓടുകയായിരുന്നു. അവിടെ ബെഡിൽ തളർന്നു കിടക്കുന്ന തൻ്റെ പ്രാണനെ കണ്ടു 2 നിമിഷം അവൻ തരിച്ചു നിന്നുപോയി. 3 ദിവസം മുമ്പ് കണ്ട ആളേയല്ല.
ആ ബെഡിൽ കിടക്കുന്നത് എന്നവന് തോന്നി. ആകെ മെലിഞ്ഞുപോയതുപോലെ. അവൻ വന്നത് കണ്ടപ്പോൾ അടുത്തു നിന്ന വാർഡനും ഫൗസിയും മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വന്നു. അവൻ്റെ പിന്നാലെ വന്ന റാബിയയും സമതും അവരോട് വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. ഓൾ ഇടയ്ക്കിടെ ഉണർന്ന് ഛർദ്ദിക്കുന്നുണ്ട്. ഇവിടെ വന്ന ശേഷം 2 തവണ ഛർദ്ദിച്ചു. ഛർദ്ദി നിന്ന് ക്ഷീണം മാറിയാലേ ഡിസ്ചാർജ് ചെയ്യാനാവൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കുറച്ചധികം BP ഉണ്ട്, അതാണ് ഛർദ്ദിക്കുന്നത്, വാർഡൻ പറഞ്ഞു. അവൻ സനുവിൻ്റെ അടുത്തേക്കിരുന്നു കൊണ്ട് അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി. അവൻ്റെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണീർ അവളുടെ മുഖത്തേക്കിറ്റി വീണു. അപ്പോൾ അവളുടെ കൺപോളകൾ ഒന്നനങ്ങി. പ്രയാസപ്പെട്ട് അവൾ കണ്ണുകൾ തുറന്നപ്പോൾ തൻ്റെ അടുത്തു നിൽക്കുന്ന പ്രിയപ്പെട്ടവനെ കണ്ടു. ആ നിമിഷം അവളുടെ മിഴികൾ ഒന്ന് തിളങ്ങി. പെട്ടെന്ന് തന്നെ ആ തിളക്കം മാഞ്ഞു പോവുകയും ചെയ്തു. അത് കൃത്യമായി അവൻ കണ്ടു. അതുകൂടി കണ്ടപ്പോൾ അവൻ്റെ മനസ്സിൽ പല ചോദ്യങ്ങളും ഉരുത്തിരിഞ്ഞെങ്കിലും ഇപ്പോൾ അവളോട് ഒന്നും ചോദിക്കാനുള്ള അവസ്ഥയിലല്ലാത്തതുകൊണ്ട് അവനുള്ളിൽ അടക്കി പിടിച്ചു. അവൻ അവളുടെ മുടിയിലൂടെ തഴുകി. തന്നെ 3 ദിവസം തീ തീറ്റിച്ച മുതലാണ് ഇങ്ങനെ വാടിക്കുഴഞ്ഞു കിടക്കുന്നത് അവൻ ഓർത്തു. അവൾ വീണ്ടും കണ്ണും പൂട്ടി കിടന്നപ്പോൾ അവൾ കിടക്കുന്ന ബെഡിലേക്ക് തലവെച്ച് അവനും കിടന്നു. 2 ദിവസം തീരെ ഉറങ്ങിയിട്ടില്ല. ക്ഷീണം കൊണ്ട് കണ്ണ് മൂടിപ്പോകുന്നുണ്ട്. അവൻ അടുത്തു നിൽക്കുമ്പോൾ സനവിന് വീണ്ടും ടെൻഷൻ കൂടിക്കൂടി വന്നു. ഒരിക്കലും അവനിൽ നിന്നൊരു മോചനമില്ല എന്ന് 2 ദിവസം കൊണ്ട് മനസ്സിലായതാണ്. താനായിട്ട് ഉണ്ടാക്കിയത് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ. അത് അവനെയും തന്നെയും ഒരുപോലെ ബാധിച്ചിട്ടുണ്ട്. അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് ചിന്തിച്ചു. തൻ്റെ പൊട്ടബുദ്ധിയിൽ തോന്നിയ ഓരോ കാര്യങ്ങൾ തന്നെയാണ് ചിന്തിച്ചു കൂട്ടി അസുഖം വരുത്തിയത്. ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ ആദ്യം അവനോട് തല്ലായിരിക്കും കിട്ടുക എന്നവൾക്ക് നന്നായി അറിയാം. സമതും റാബിയയും വന്നപ്പോൾ കണ്ണുകൾ അടച്ചുകൊണ്ട് വാടിക്കിടക്കുന്ന സനുവിനെയും അവളുടെ അടുത്ത് ചെയറിലിരുന്നു കൊണ്ട് തല ബെഡിലേക്ക് വെച്ച് കിടക്കുന്ന അവനെയുമാണ് അവർ കണ്ടത്. തങ്ങളുടെ 2 മക്കളും ഒരുപോലെ 2 ദിവസം കൊണ്ട് ക്ഷീണിച്ചുപോയി എന്നവർക്ക് മനസ്സിലായി. സമത് വേഗം തന്നെ നേഴ്സിംഗ് സ്റ്റേഷനിൽ പോയി അവളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തു. കാഷ്വാലിറ്റിയിൽ അതിനുമാത്രം സൗകര്യമുണ്ടാവില്ലല്ലോ. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവളെ റൂമിലേക്ക് മാറ്റാൻ അറ്റൻഡർ എത്തി. അപ്പോഴാണ് അവനും കിടപ്പിൽ നിന്ന് എഴുന്നേറ്റത്. അവൻ ആരെയും നോക്കാതെ വേഗം എണീറ്റ് പുറത്തേക്ക് പോയി. ഹോസ്പിറ്റലിൻ്റെ ലോണിൽ പോയിരുന്നു. ഫൗസിയും വാർഡനും അവരോട് യാത്ര പറഞ്ഞു ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോയിരുന്നു. സനുവിനെ നേഴ്സും റാബിയയും കൂടി വീൽ ചെയറിലേക്ക് ഇരുത്താൻ സഹായിച്ചു. ശേഷം നേരെ എല്ലാവരും ലിഫ്റ്റിൽ കയറി അവർക്ക് വേണ്ടി റെഡിയാക്കിയ റൂമിലേക്ക് പോയി. അവൻ അവരുടെ കൂടെ പോയില്ല. അവളെ ഒന്ന് കണ്ടപ്പോൾ തന്നെ ഉള്ളിലെ തീയിലേക്ക് മഞ്ഞു വീണ സുഖം അവന് ഫീൽ ചെയ്തു. മനസ്സിൽ നല്ല സമാധാനം വന്നിരുന്നു. പക്ഷേ അവൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നറിയാതെ അവൻ ഉഴറി. എന്തായാലും വേഗം അവളോട് മിണ്ടാൻ പോകില്ല എന്നവൻ തീരുമാനിച്ചു. റൂമിലെത്തി നേഴ്സും അറ്റൻഡും പോയപ്പോൾ റാബിയ ബെഡ് റെസ്റ്റിൽ ചാരിയിരിക്കുന്ന സനുവിൻ്റെ അടുത്തേക്കിരുന്നു. സമത് അവളെ തന്നെ നോക്കിക്കൊണ്ട് കട്ടിലിൻ്റെ സൈഡിൽ നിന്നു. അയാളുടെ മുഖത്ത് ദേഷ്യം പ്രകടമായിരുന്നു. അവർ 2 പേരുടെയും മുഖത്തേക്ക് നോക്കാതെ സനു തല താഴ്ത്തിയിരുന്നു. എന്താണ് സനു സംഭവിച്ചത്? നീ എന്തിനാണ് ഞങ്ങളെ എല്ലാവരെയും ഇങ്ങനെ തീ തീറ്റിച്ചത്? എന്തിനാണ് ഞങ്ങളെ ബ്ലോക്ക് ചെയ്തത്? എന്താണ് സംഭവിച്ചത്? പറ. സമത് കുറച്ച് ദേഷ്യത്തോടെ ചോദിച്ചു. മോളോട് ദേഷ്യം പിടിക്കണ്ടേക്കാ, അവൾ സുഖമില്ലാതെ ഇരിക്കുകയല്ലേ, ഞാൻ ചോദിച്ചോളാം. റാബിയ സമതിനെ നോക്കി ശാസിച്ചു. എന്താണ് എൻ്റെ കുഞ്ഞുമോൾക്ക് സംഭവിച്ചത്? നല്ല സന്തോഷത്തിലായിരുന്നല്ലോ നമ്മൾ അറക്കൽ തറവാട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ എന്താണ് പെട്ടെന്ന് എൻ്റെ മോൾക്ക് പറ്റിയത്? അമ്മ ഈ 3 ദിവസം എങ്ങനെയാണ് കഴിഞ്ഞതെന്ന് നിനക്കറിയാമോ? അവൻ ഇവിടെ വന്ന് നിന്നെ കാണുന്നത് വരെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു, റാബിയ സങ്കടത്തോടെ പറഞ്ഞു. സനു അത് കേട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു റാബിയയുടെ തോളിലേക്ക് ചാഞ്ഞു. റാബിയ അവളെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു. ഞാനൊരു അനാഥ പെൺകുട്ടിയല്ലേ, ഞാൻ ഒരിക്കലും അമ്മിക്കാക്ക് ചേരില്ല എന്ന് തോന്നിപ്പോയി ഉമ്മി. പദം പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ട് അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. സമതിൻ്റെ ഫോണിലൂടെ ഇത് കേട്ട അമൻ ഞെട്ടിപ്പോയി. തുടരും. അടുത്ത ഭാഗത്തിനു വേണ്ടി കാത്തിരിക്കുക.